ബീഹാറിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തിൽ JDU-വിൽ അതൃപ്തി. വിജയിച്ചാൽ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തിരിച്ചെത്തുമെന്ന് JDU വ്യക്തമാക്കി. നിതീഷ് കുമാറിനെ അംഗീകരിക്കാൻ അമിത്ഷാ തയ്യാറല്ലെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ 24-നോട് പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന JDU അവകാശവാദങ്ങൾക്കിടെയായിരുന്നു അമിത്ഷായുടെ പരാമർശം. വിജയിച്ച MLA-മാർ ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന അമിത്ഷായുടെ പരാമർശത്തിൽ JDU നേതാക്കൾ അതൃപ്തിയിലാണ്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വിജയിച്ചാൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും JDU വക്താവ് നീരജ് കുമാർ പറഞ്ഞു. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും മഹാസഖ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ചിരാഗ് പസ്വാൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തരുതെന്നും ബച്ച്വാരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നും CPI ജനറൽ സെക്രട്ടറി D. രാജ പറഞ്ഞു. I appeal to the so-called major parties, RJD, Congress, not to put up candidates against the candidates of relatively smaller parties, left parties. അതിനിടെ 20 സ്ഥാനാർത്ഥികളുടെ പട്ടിക CPI-ML പ്രഖ്യാപിച്ചു. അമിത്ഷായുടെ മുഖ്യമന്ത്രി പരാമർശത്തിൽ വെട്ടിലായിരിക്കുകയാണ് JDU. അതേസമയം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടും മഹാസഖ്യത്തിൽ സീറ്റ് സംബന്ധിച്ച് ധാരണകളായിട്ടില്ല. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.